ഹലോ എല്ലാവർക്കും ആശ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കണ്ടിന്യൂ തന്നെയാണ്. പിന്നെ ജീവശാസ്ത്രത്തിൽ ദഹന വ്യവസ്ഥ. പോഷണ പ്രക്രിയയിലെ ആദ്യ ഘട്ടം ആഹാര സ്വീകരണമാണ്, ഇൻജഷൻ ആണ് കേട്ടോ. പോഷണ പ്രക്രിയയിലെ ആദ്യ ഘട്ടം ആഹാര സ്വീകരണം. സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഡൈജഷൻ അഥവാ ദഹനം. പോഷണ പ്രക്രിയയിലെ ആദ്യഘട്ടം ആഹാര സ്വീകരണം അഥവാ ഇൻജക്ഷനാണ്. സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഡൈജഷൻ അഥവാ ദഹനം. ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് അബ്സോർപ്ഷൻ, ആഗിരണം. ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആഗിരണം. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാക്കുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം അഥവാ അസിമിലേഷൻ. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാകുന്ന പ്രക്രിയ സ്വാംശീകരണം. ഒന്നുകൂടെ വായിക്കാം. പോഷണ പ്രക്രിയയിലെ ആദ്യഘട്ടം ആഹാര സ്വീകരണം, ഇൻജഷൻ. സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയ ദഹനം, ഡൈജഷൻ. ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയ ആഗിരണം, അബ്സോർപ്ഷൻ. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാക്കുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം, അസിമിലേഷൻ. ശാരീരിക പ്രവർത്തനങ്ങളുടെ ഫലമായുണ്ടാവുന്നതും ശരീരത്തിന് ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം. എക്സ്ക്രഷൻ. ദഹന വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ദഹന വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ വായ്, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ. ദഹന വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ വായ്, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ. ദഹന വ്യവസ്ഥയുടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. വായ കൊടുത്തിട്ടുണ്ട്, നാക്ക് ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഉമിനീർഗ്രന്ഥികൾ, ഗ്രസനി, അന്നനാളം, കരള്, ആമാശയം, പക്വാശയം, മലാശയം, അപ്പൻഡിക്സ്, ചെറുകുടൽ, വൻകുടൽ, പിത്താശയം, ആഗ്നേയഗ്രന്ഥി. ഇതൊക്കെ ദഹനവ്യവസ്ഥ എന്ന് പറഞ്ഞ ഒരു പിക്ചറോട് കൂടിയിട്ട് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പല്ലുകളെ കുറിച്ചുള്ള പഠനമാണ് ഒഡന്റോളജി. പല്ലുകളെ കുറിച്ചുള്ള പഠനം ഒഡന്റോളജി. പല്ലുകൾ ഉറപ്പിച്ചിരിക്കുന്നത് ഹനുക്കളിലെ കുഴിയിലാണ്. പല്ലുകളെ കുറിച്ചുള്ള പഠനം എന്താണ്? ഒഡന്റോളജി. പല്ലുകൾ ഉറപ്പിച്ചിരിക്കുന്നത് ഹനുക്കളിലെ കുഴിയിലാണ്. ജനിച്ച ശേഷം ആദ്യം മുളയ്ക്കുന്ന പല്ലുകളാണ് പാൽപ്പല്ലുകൾ. ഇവ 20 എണ്ണമാണ്. ജനിച്ച ശേഷം ആദ്യം മുളയ്ക്കുന്ന പല്ലുകൾ പാൽപ്പല്ലുകൾ കേട്ടോ. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32 മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? 32. ഒന്നുകൂടെ. പല്ലുകളെ കുറിച്ചുള്ള പഠനം ഒഡന്റോളജി. പല്ലുകൾ ഉറപ്പിച്ചിരിക്കുന്നത് ഹനുക്കളിലെ കുഴിയിൽ. ജനിച്ച ശേഷം ആദ്യം മുളയ്ക്കുന്ന പല്ലുകൾ പാൽപ്പല്ലുകൾ. അവ 20 എണ്ണമാണ്. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന 4 സ്ഥിരദന്തങ്ങൾ അറിയപ്പെടുന്നത് വിവേകദന്തങ്ങൾ അഥവാ വിസ്ഡം ടീത്ത് എന്നാണ്. മനുഷ്യരിലെ 4 തരം പല്ലുകളാണ് കാണപ്പെടുന്നത്. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. ഇതാണ് 4 തരം പല്ലുകൾ. മനുഷ്യരിൽ കാണപ്പെടുന്ന 4 തരം പല്ലുകൾ ഏതൊക്കെയാണ്? ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലാണ് ഉളിപ്പല്ല്. ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? ഉളിപ്പല്ലാണ് അല്ലെ. ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഉളിപ്പല്ല്. ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് കോമ്പല്ലാണ്. കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നത് ഉളിപ്പല്ലും കടിച്ചു കീറാൻ സഹായിക്കുന്നത് കോമ്പല്ലുമാണ്. സസ്യഭോജികളിൽ ഇല്ലാത്ത പല്ല് ഏതാണ്? കോമ്പല്ലാണ് സസ്യഭോജികളിൽ ഇല്ലാത്ത പല്ല്. ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ അഗ്ര ചർവണകം. ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ അഗ്ര ചർവണകം. ഒന്നുകൂടെ നോക്കാം. മനുഷ്യരിൽ 4 തരം പല്ലുകളാണുള്ളത്. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഉളിപ്പല്ലാണ്. ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് കോമ്പല്ലാണ്. സസ്യഭോജികളിൽ ഇല്ലാത്ത പല്ല് കോമ്പല്ല് തന്നെയാണ്. ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ അഗ്രചർവണകവും ചർവണകവുമാണ്. അഗ്രചർവണകത്തിൽ 8 പല്ലും ചർവണകത്തിൽ 12 പല്ലും. മനുഷ്യന്റെ ദന്തവിന്യാസം നോക്കാം.
മോണയ്ക്ക് പുറത്തു കാണുന്ന പല്ലിന്റെ ഭാഗമാണ് ദന്തമകുടം. എന്താണ് ദന്തമകുടം? ഏതാണ്? മോണയ്ക്ക് പുറത്തു കാണുന്ന പല്ലിന്റെ ഭാഗമാണ് ദന്തമകുടം എന്ന് പറയുന്നത്. ഇവിടെ ഈ പിക്ചറിൽ കാണുന്നില്ലേ, മോണയ്ക്ക് പുറത്ത് കാണപ്പെടുന്നത് ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് അല്ലെ. ദന്തമകുടത്തിനും ദന്തമൂലത്തിനുമിടയിലുള്ള പല്ലിന്റെ ഭാഗമാണ് ദന്തഗളം, നെക്ക് എന്ന് പറയും. ദന്തഗളം കണ്ടില്ലേ? ദന്തമകുടത്തിനും ദന്തമൂലത്തിനുമിടയിലുള്ള ഭാഗമാണ് ഏത്? ദന്തഗളം അഥവാ നെക്ക് എന്ന് പറയപ്പെടുന്നത്. മോണയ്ക്കുള്ളിലെ പല്ലിന്റെ ഭാഗം ദന്തമൂലം അഥവാ റൂട്ട് എന്ന് പറയും. ദന്തമൂലം ഇവിടെ അടയാളപ്പെടുത്തി വെച്ച് കണ്ടില്ലേ? ദന്തമൂലം വേറെ തന്നെ ആക്കിയിട്ട്. ഏതാ? മോണക്കുള്ളിലെ പല്ലിന്റെ ഭാഗമാണ് എന്ത്? ദന്തമൂലം, റൂട്ട് കനാൽ എന്നൊക്കെ പറയുകയല്ലേ. അപ്പോൾ മോണക്കുള്ളിലെ പല്ലിന്റെ ഭാഗം ദന്തമൂലം, റൂട്ട് കേട്ടോ. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് സിമന്റം. എന്താണ്? മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് എന്ത്? സിമന്റം. സിമെന്റിനെ ഓർത്താൽ മതി ഉറപ്പിച്ചു നിർത്താൻ അല്ലെ. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കല സിമന്റമാണ്. പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഡെൻഡൈൻ. പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡൈൻ. എന്താണ്? ഡെൻഡൈൻ. ഡെൻഡൈനെ പൊതിഞ്ഞു കാണുന്ന പദാർത്ഥമാണ് ഇനാമൽ. ഡെൻഡൈനെ പൊതിഞ്ഞു കാണപ്പെടുന്ന പദാർത്ഥമാണ് ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗവും ഇനാമലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗവും ഏതാണ്? ഇനാമലാണ്. പല്ലിൽ കാണുന്ന നിർജീവമായ ഒരു ഭാഗമാണ് ഇനാമൽ. പല്ലിൽ കാണുന്ന നിർജീവമായ ഒരു ഭാഗമാണ് ഇനാമൽ. ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം ഏതാണ്? ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം ഫ്ലൂറിൻ ആണ്. ഏതാണ്? ഫ്ലൂറിൻ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. തെറ്റിപ്പോവരുത്. ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം ഫ്ലൂറിൻ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം കാൽസ്യം ഫോസ്ഫേറ്റ്. പല്ലിൽ കാണുന്ന നിർജീവമായ ഒരു ഭാഗം ഇനാമൽ. ഡെൻഡൈനെ പൊതിഞ്ഞു കാണുന്ന പദാർത്ഥവും ഇനാമലാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏത്? മനുഷ്യ ശരീരത്തിലാണ് ചോദിക്കുന്നത്. ഏതാണ്? ഇനാമലാണ്. ഡെൻഡൈന്റെ ഉൾഭാഗം പൾപ്പ് ക്യാവിറ്റി എന്നറിയപ്പെടുന്നു. ഡെൻഡൈന്റെ ഉൾഭാഗം പൾപ്പ് ക്യാവിറ്റി. രക്തക്കുഴലുകളും നാഡികളും കാണപ്പെടുന്നത് പൾപ്പ് ക്യാവിറ്റിയിലാണ്. രക്തക്കുഴലുകളും നാഡികളും കാണപ്പെടുന്ന ഭാഗം പൾപ്പ് ക്യാവിറ്റിയിലാണ്. പൾപ്പ് ക്യാവിറ്റിയിൽ കാണുന്ന മൃദുവായ യോജക കലയാണ് പൾപ്പ്. പൾപ്പ് ക്യാവിറ്റിയിൽ കാണുന്ന മൃദുവായ യോജക കല പൾപ്പ്. പല്ലുകൾക്ക് കേടുവരുത്തുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ് ആണ്. പല്ലുകൾക്ക് കേടുവരുത്തുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ്. ആധുനിക ഇന്ത്യൻ ദന്ത ചികിത്സയുടെ പിതാവ് റാഫിയുദ്ദീൻ അഹമ്മദ് ആണ്. ആധുനിക ഇന്ത്യൻ ദന്ത ചികിത്സയുടെ പിതാവ് ആരാണ്? റാഫിയുദ്ദീൻ അഹമ്മദ്. ഡെൻഡൈന്റെ ഉൾഭാഗം പൾപ്പ് ക്യാവിറ്റി. രക്തക്കുഴലുകളും നാഡികളും കാണപ്പെടുന്നത് പൾപ്പ് ക്യാവിറ്റിയിലാണ്. പൾപ്പ് ക്യാവിറ്റിയിൽ കാണുന്ന മൃദുവായ യോജക കല പൾപ്പാണ്. പല്ലുകൾക്ക് കേടുവരുത്തുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ്. ആധുനിക ഇന്ത്യൻ ദന്ത ചികിത്സയുടെ പിതാവ് റാഫിയുദ്ദീൻ അഹമ്മദ്. ദഹനം യാന്ത്രികവും രാസികവും. ദഹനത്തിൽ യാന്ത്രികവും രാസികവുമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നു. ആഹാരം ചവച്ചരയ്ക്കപ്പെടുന്നതും ആമാശയത്തിൽ വെച്ച് മതിക്കപ്പെടുന്നതുമായ ദഹനമാണ് യാന്ത്രിക ദഹനം. ആഹാരം ചവച്ചരയ്ക്കപ്പെടുന്നതും ആമാശയത്തിൽ വെച്ച് മതിക്കപ്പെടുന്നതുമായ ദഹനം യാന്ത്രിക ദഹനമാണ്. യാന്ത്രിക ദഹനം മൂലം ആഹാരം ചെറുകണങ്ങളാകുകയും ദഹനരസങ്ങളുമായി ചേർന്ന് കുഴമ്പു രൂപത്തിലാകുകയും ചെയ്യുന്നു. തന്മൂലം ദഹനരസങ്ങളിലെ എൻസൈമുകൾക്ക് ആഹാരവുമായി വേഗത്തിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്നു. യാന്ത്രിക ദഹനം മൂലം ആഹാരം ചെറുകണങ്ങളാകുകയും ദഹനരസങ്ങളുമായി ചേർന്ന് കുഴമ്പു രൂപത്തിലാകുകയും ചെയ്യുന്നു. തന്മൂലം ദഹനരസങ്ങളിലെ എൻസൈമുകൾക്ക് ആഹാരവുമായി വേഗത്തിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്നു. ദഹനരസത്തിലെ എൻസൈമുകൾ ഉപയോഗിച്ച് പോഷക ഘടകങ്ങളെ ആഗിരണയോഗ്യമായ ലഘുഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് രാസിക ദഹനം. ദഹനരസങ്ങളിലെ എൻസൈമുകൾ ഉപയോഗിച്ച് പോഷക ഘടകങ്ങളെ ആഗിരണയോഗ്യമായ ലഘുഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് രാസിക ദഹനം. ആഹാരപദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ്? ആഹാരപദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ചാണ്. വായ്ക്കുള്ളിലെ അറ പൊതുവായി അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? വായ്ക്കുള്ളിലെ അറ പൊതുവായി അറിയപ്പെടുന്നത് വദനഗഹ്വരം എന്നാണ്. വദനഗഹ്വരം. എന്താണ്? വദനഗഹ്വരം. വായുടെ
മേൽത്തട്ട് അറിയപ്പെടുന്നത് പാലറ്റ് എന്ന പേരിലാണ്. വായുടെ മേൽത്തട്ട് അറിയപ്പെടുന്നത് പാലറ്റ് എന്ന പേരിലാണ്. നാവിനെ വായയുടെ അടിത്തട്ടുമായി ബന്ധിപ്പിക്കുന്ന സ്നായുക്കൾ ഫ്രെനുലമാണ്. നാവിനെ വായുടെ അടിത്തട്ടുമായി ബന്ധിപ്പിക്കുന്ന സ്നായുക്കൾ ഫ്രെനുലമാണ്. ഭക്ഷണ പദാർത്ഥങ്ങളെ ഉമിനീരുമായി കൂട്ടിക്കലർത്തുന്നതിനും പല്ലുകൾക്ക് ചവച്ചരയ്ക്കുന്നതിനും വേണ്ട സഹായം ചെയ്യുന്നത് നാവാണ്. ഭക്ഷണ പദാർത്ഥങ്ങളെ ഉമിനീരുമായി കൂട്ടിക്കലർത്തുന്നതിനും പല്ലുകൾക്ക് ചവച്ചരയ്ക്കുന്നതിനും വേണ്ട സഹായം ചെയ്യുന്നത് നാവാണ്. വായിൽ വെച്ചുള്ള ദഹനത്തിന് സഹായിക്കുന്ന ദഹനരസം സലൈവറി അമിലേസ് ആണ്. വായിൽ വെച്ചുള്ള ദഹനത്തിന് സഹായിക്കുന്ന ദഹനരസം സലൈവറി അമിലേസ്. വായിൽ വെച്ച് അന്നജത്തിനുണ്ടാകുന്ന രൂപമാറ്റം മാൾട്ടോസ്. വായിൽ വെച്ച് അന്നജത്തിനുണ്ടാകുന്ന രൂപമാറ്റം മാൾട്ടോസ്. വായിൽ വെച്ച് അന്നജത്തിനുണ്ടാകുന്ന രൂപമാറ്റം എന്താണ്? മാൾട്ടോസ്. വായിൽ കാണപ്പെടുന്ന 3 ജോഡി ഉമിനീർ ഗ്രന്ഥികൾ പെരോട്ടിഡ്, സബ്മാക്സിലറി, സബ്ലിംഗ്വൽ. വായിൽ കാണപ്പെടുന്ന 3 ജോഡി ഉമിനീർ ഗ്രന്ഥികൾ പെരോട്ടിഡ്, സബ്മാക്സിലറി, സബ്ലിംഗ്വൽ. മനുഷ്യനിലെ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി പെരോട്ടിഡ് ഗ്രന്ഥിയാണ്. മനുഷ്യനിലെ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി ഏതാണ്? പെരോട്ടിഡ് ഗ്രന്ഥി. ഏറ്റവും ചെറിയ ഉമിനീർ ഗ്രന്ഥി സബ്ലിംഗ്വൽ ഗ്രന്ഥികളാണ്. ഏറ്റവും ചെറിയ ഉമിനീർ ഗ്രന്ഥികൾ. ഉമിനീർ പ്രവർത്തിക്കുന്ന ഭക്ഷ്യ ഘടകം അന്നജമാണ്. ഉമിനീർ പ്രവർത്തിക്കുന്ന ഭക്ഷ്യ ഘടകം അന്നജം ആണ്. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികൾ ഏതൊക്കെയാണ്? ടയലിനും ലൈസോസൈമുമാണ്. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികൾ ടയലിൻ, സലൈവറി അമിലേസ്, അതുപോലെ ലൈസോസേമുമാണ് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികൾ. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന രാസാഗ്നി ടയലിനാണ്. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന രാസാഗ്നി ടയലിൻ. ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന രാസാഗ്നി ലൈസോസൈമാണ്. ഭക്ഷണത്തിലൂടെ പ്രവർത്തിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന രാസാഗ്നി ലൈസോസൈം. വായുടെ തുടർച്ചയായി കാണുന്ന പേശി നിർമ്മിതമായ ഭാഗമാണ് ഗ്രസനി. വായുടെ തുടർച്ചയായി കാണുന്ന പേശി നിർമ്മിതമായ ഭാഗമാണ് ഗ്രസനി. ആഹാരവും വായുവും കടന്നു പോകുന്ന പൊതുവായ ഭാഗമാണ് ഗ്രസനി. ആഹാരവും വായുവും കടന്നു പോകുന്ന പൊതുവായ ഭാഗം ഗ്രസനിയാണ്. അന്നനാളം ആരംഭിക്കുന്നത് ഗ്രസനിയിൽ നിന്നാണ്. ഗ്രസനി കണ്ടോ പിക്ചറിൽ? എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് അല്ലെ? ഗ്രസനി കണ്ടില്ലേ? അപ്പൊ അന്നനാളം ആരംഭിക്കുന്നത് ഗ്രസനിയിൽ നിന്നാണ്. ആഹാരവും വായുവും കടന്നു പോകുന്ന പൊതുവായ ഭാഗം ഗ്രസനിയാണ്. ഗ്രസനിയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്നത് ആരാണ്? അന്നനാളമാണ്. ഗ്രസനിയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്നത് ആരാണ്? അന്നനാളം. അന്നനാളത്തിന്റെ ഏകദേശ നീളം 25 സെന്റിമീറ്റർ ആണ്. അന്നനാളത്തിന്റെ ഏകദേശ നീളം 25 സെന്റിമീറ്റർ ആണ്. നാസാകുഹരത്തിലേക്ക് ആഹാരം കടക്കാതെ സൂക്ഷിക്കുന്ന ഭാഗം ഉണ്ണാക്കാണ്. ഏതാണ്? ഉണ്ണാക്ക്. നാസാകുഹരത്തിലേക്ക് ആഹാരം കടക്കാതെ സൂക്ഷിക്കുന്ന ഭാഗം ഉണ്ണാക്കാണ്. ഭക്ഷണം കടന്നു ചെല്ലുമ്പോഴുള്ള അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. ഭക്ഷണം കടന്നു ചെല്ലുമ്പോഴുള്ള അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനം എന്താണ്? പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ് ഏതു നാഡീവ്യവസ്ഥയുടെ നിയന്ത്രണത്തിലാണ്? സിമ്പത്തറ്റിക് എന്ന നാഡീവ്യവസ്ഥയുടെ നിയന്ത്രണത്തിലാണ് പെരിസ്റ്റാൾസിസ്. എന്താണ് പെരിസ്റ്റാൾസിസ്? ഭക്ഷണം കടന്നു ചെല്ലുമ്പോഴുള്ള അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ് ഏതു നാഡീവ്യവസ്ഥയുടെ നിയന്ത്രണത്തിലാണ്? സിമ്പത്തറ്റിക് എന്ന് പറയുന്ന നാഡീവ്യവസ്ഥയുടെ നിയന്ത്രണത്തിലാണ് പെരിസ്റ്റാൾസിസ്. ഉദരാശയത്തിന് ഇടതുവശത്തായി സ്ഥിതി ചെയ്യുന്ന പേശി നിർമ്മിതമായ അവയവമാണ് ആമാശയം അഥവാ സ്റ്റൊമക്. ഉദരാശയത്തിന് ഇടതുവശത്തായി സ്ഥിതി ചെയ്യുന്ന പേശി നിർമ്മിതമായ അവയവമാണ് ആമാശയം. മനുഷ്യന്റെ ആമാശയത്തിന് എത്ര അറകളുണ്ട്? മനുഷ്യന്റെ ആമാശയത്തിന് 1 അറ മാത്രമേ ഉള്ളൂ. മനുഷ്യന്റെ ആമാശയത്തിന് എത്ര അറകളുണ്ട്? 1. ആമാശയത്തിന്റെ pH എത്രയാണ്? 1.8 ആണ് ആമാശയത്തിന്റെ pH എന്ന് പറയുന്നത്. ദഹന വ്യൂഹത്തിൽ ഏറ്റവും വീതിയേറിയ ഭാഗം ആമാശയമാണ്. ദഹന വ്യൂഹത്തിൽ ഏറ്റവും വീതിയേറിയ ഭാഗം ഏതാണ്? ആമാശയം. ആമാശയ ഗ്രന്ഥിയിലെ 3 തരം കോശങ്ങളെ നോക്കാം. ആമാശയ ഗ്രന്ഥിയിലെ 3 തരം കോശങ്ങളാണ് ശ്ലേഷ്മ കോശങ്ങൾ. ഇത് ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കുന്നു. മുഖ്യ കോശങ്ങൾ പ്രോഎൻസൈം പെപ്സിനോജൻ ഉൽപ്പാദിപ്പിക്കുന്നു. മുഖ്യ കോശങ്ങൾ പ്രോഎൻസൈം പെപ്സിനോജൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഗഹ്വര കോശങ്ങൾ ഹൈഡ്രോക്ലോറിക് ആസിഡും ജീവകം B12 ആഗിരണത്തിന് സഹായിക്കുന്ന ഇൻട്രിൻസിക് ഫാക്ടറും ഉൽപ്പാദിപ്പിക്കുന്നു.
അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് നോക്കേണ്ടത് ആമാശയ ഗ്രന്ഥിയിലെ 3 തരം കോശങ്ങളാണ്. ശ്ലേഷ്മകോശങ്ങൾ, മുഖ്യകോശങ്ങൾ, ഗഹ്വരകോശങ്ങൾ എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ശ്ലേഷ്മകോശങ്ങൾ ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കുന്നു. മുഖ്യകോശങ്ങൾ പ്രോഎൻസൈം പെപ്സിനോജൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഗഹ്വരകോശങ്ങളാകട്ടെ ഹൈഡ്രോക്ലോറിക് ആസിഡും ജീവകം B12ന്റെ ആഗിരണത്തിന് സഹായിക്കുന്ന ഇൻട്രിൻസിക് ഫാക്ടറും ഉൽപ്പാദിപ്പിക്കുന്നു. ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗം ഏതാണ്? ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗമാണ് ഗ്യാസ്ട്രിക് ഗ്രന്ഥിയിലെ പെരൈറ്റൽ കോശങ്ങൾ. ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗമാണ് ഗ്യാസ്ട്രിക് ഗ്രന്ഥിയിലെ പെരൈറ്റൽ കോശങ്ങൾ. ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏത്? ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഗ്യാസ്ട്രിൻ. ഏതാണ്? ഗ്യാസ്ട്രിൻ. ഗ്യാസ്ട്രിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പൈലോറിക് ഗ്രന്ഥിയാണ്. ഗ്യാസ്ട്രിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പൈലോറിക് ഗ്രന്ഥിയാണ്. ആമാശയത്തിൽ വെച്ചുള്ള ദഹനം പൂർത്തിയാവാൻ എടുക്കുന്ന സമയം 4 മുതൽ 5 മണിക്കൂറാണ്. ആമാശയത്തിൽ വെച്ചുള്ള ദഹനം പൂർത്തിയാവാൻ എടുക്കുന്ന സമയം 4 മുതൽ 5 മണിക്കൂറാണ്. ആമാശയത്തിലെ കുഴമ്പ് രൂപത്തിലുള്ള ഭക്ഷണമാണ് കൈം. എന്താണ്? ആമാശയത്തിലെ കുഴമ്പ് രൂപത്തിലുള്ള ഭക്ഷണമാണ് കൈം. കൈമിന്റെ pH മൂല്യം 2 ആണ്. കൈമിന്റെ pH മൂല്യം 2 ആണ്. എന്താണ്? ആമാശയത്തിൽ വെച്ചുള്ള ദഹനം പൂർത്തിയാവാൻ എടുക്കുന്ന സമയം 4 മുതൽ 5 മണിക്കൂറാണ്. ആമാശയത്തിലെ കുഴമ്പ് രൂപത്തിലുള്ള ഭക്ഷണമാണ് കൈം. കൈമിന്റെ pH മൂല്യം എന്ന് പറയുന്നത് 2 ആണ്. ഇത് അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മാക്സിമം റിപ്പീറ്റ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ആമാശയ ഭിത്തിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥികളാണ് ആമാശയ ഗ്രന്ഥികൾ. ഗ്യാസ്ട്രിക് ഗ്ലാൻസ് എന്നറിയപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ആണ് കേട്ടോ. ആമാശയ ഭിത്തിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥികളാണ് ആമാശയ ഗ്രന്ഥികൾ. ആമാശയ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹന രസമാണ് ആമാശയ രസം. ആമാശയ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹന രസം ആമാശയ രസം. ആമാശയ രസത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? പെപ്സിൻ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്ലേഷ്മം. ആമാശയ രസത്തിലെ ഘടകങ്ങൾ പെപ്സിൻ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്ലേഷ്മം. ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന കോശം ഓക്സിൻറ്റിക് കോശങ്ങളാണ്. ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന കോശം ഓക്സിൻറ്റിക് കോശങ്ങളാണ്. ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസപദാർത്ഥങ്ങൾ എൻസൈമുകളാണ്. രാസാഗ്നികൾ എൻസൈമുകളാണ് ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസപദാർത്ഥങ്ങൾ. ജൈവരസപ്രവർത്തനത്തിൽ രാസാഗ്നി ഒരു ഉൽപ്രേരകമാണ്. ജൈവ രാസപ്രവർത്തനത്തിൽ രാസാഗ്നി എന്താണ്? ഒരു ഉൽപ്രേരകമാണ്. രാസാഗ്നികളുടെ പ്രവർത്തനത്തിന് അനുകൂലമായ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒപ്റ്റിമം ടെമ്പറേച്ചർ ആണ് ഇത്. രാസാഗ്നികളുടെ പ്രവർത്തനത്തിന് അനുകൂലമായ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദഹനത്തിന് വിധേയമാകുന്ന പോഷകം പ്രോട്ടീൻ ആണ്. ദഹനത്തിന് വിധേയമാകുന്ന പോഷകം ഏതാണ്? പ്രോട്ടീൻ. മാംസ്യത്തെ ഭാഗികമായി പെപ്റ്റോണുകളാക്കി മാറ്റുന്ന എൻസൈം ആണ് പെപ്സിൻ. മാംസ്യത്തെ ഭാഗികമായി പെപ്റ്റോണുകളാക്കി മാറ്റുന്ന എൻസൈം ഏതാണ്? പെപ്സിൻ ആണ്. പെപ്സിൻ ദഹിപ്പിക്കാത്ത മാംസ്യം കെരാറ്റിൻ ആണ്. പെപ്സിൻ ദഹിപ്പിക്കാത്ത മാംസ്യം ഏതാണ്? കെരാറ്റിൻ. പെപ്സിൻ ദഹിപ്പിക്കാത്ത മാംസ്യം കെരാറ്റിൻ. പാലിലെ മാംസ്യമായ കേസിനെ ദഹിപ്പിക്കുന്ന രാസാഗ്നി റെനിൻ ആണ്. പാലിലെ മാംസ്യമായ കേസിനെ ദഹിപ്പിക്കുന്ന രാസാഗ്നി റെനിൻ ആണ്. പാലിലെ മാംസ്യമായ കേസിനെ ദഹിപ്പിക്കുന്ന രാസാഗ്നി റെനിൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് കുറേ കുഴപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് അല്ലേ? ആമാശയ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ആമാശയരസമാണ്. ആമാശയരസത്തിലെ ഘടകങ്ങൾ പെപ്സിൻ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്ലേഷ്മം എന്നിങ്ങനെ 3 എണ്ണമാണ്. ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന കോശം ഓക്സിൻറ്റിക് കോശങ്ങളാണ്. ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസപദാർത്ഥങ്ങൾ എൻസൈമുകൾ അഥവാ രാസാഗ്നികളാണ്. ജൈവരാസ പ്രവർത്തനത്തിൽ രാസാഗ്നി ഒരു ഉൽപ്രേരകമാണ്. രാസാഗ്നികളുടെ പ്രവർത്തനത്തിന് അനുകൂലമായ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദഹനത്തിന് വിധേയമാകുന്ന പോഷകം പ്രോട്ടീൻ. മാംസ്യത്തെ ഭാഗികമായി പെപ്റ്റോണുകളാക്കി മാറ്റുന്ന എൻസൈം പെപ്സിൻ ആണ്. പെപ്സിൻ ദഹിപ്പിക്കാത്ത മാംസ്യം കെരാറ്റിൻ ആണ്. പാലിലെ മാംസ്യമായ കേസിനെ ദഹിപ്പിക്കുന്ന രാസാഗ്നി റെനിൻ. ആമാശയത്തിലെ ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് അനുയോജ്യമായ രീതിയിൽ pH നിയന്ത്രിക്കുകയും ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ആമാശയത്തിലെ ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് കേട്ടോ. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ pH 1:3 ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ pH എത്രയാണ്? 1:3. ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നത് ശ്ലേഷ്മമാണ്. ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നത് ആരാണ്?
ശ്ലേഷ്മമാണ്. ആമാശയത്തിൽ നിന്നും വരുന്ന അമ്ല ഗുണമുള്ള ഭക്ഷണത്തെ ക്ഷാര ഗുണമുള്ളതാക്കുന്ന ദഹനരസമാണ് പിത്തരസം. ആമാശയത്തിൽ നിന്നും വരുന്ന അമ്ല ഗുണമുള്ള ഭക്ഷണത്തെ ക്ഷാര ഗുണമുള്ളതാക്കുന്ന ദഹനരസം പിത്തരസമാണ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? കരളാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരൾ. പിത്തരസം സംഭരിക്കപ്പെടുന്നത് പിത്താശയത്തിലാണ്. പിത്തരസം സംഭരിക്കപ്പെടുന്നത് എവിടെയാണ്? പിത്താശയത്തിൽ. കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്ന ദഹനരസം പിത്തരസമാണ്. കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്ന ദഹനരസം ഏതാണ്? പിത്തരസമാണ്. കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്ന പ്രക്രിയ എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്ന പ്രക്രിയ എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. രാസാഗ്നികൾ അടങ്ങിയിട്ടില്ലാത്ത ദഹനരസമാണ് പിത്തരസം. രാസാഗ്നികൾ അടങ്ങിയിട്ടില്ലാത്ത ദഹനരസമാണ് പിത്തരസം. പിത്തരസത്തിന്റെ നിറം എന്താണ്? പച്ചയും മഞ്ഞയും കലർന്ന നിറമാണ് പിത്തരസത്തിന്റെ നിറം. പിത്തരസത്തിലെ വർണ്ണകങ്ങളോ? ബിലിറൂബിൻ, ബിലിവിർഡിൻ. പിത്തരസത്തിലെ വർണ്ണകങ്ങൾ ബിലിറൂബിനും ബിലിവിർഡിനുമാണ്. രാസാഗ്നികൾ അടങ്ങിയിട്ടില്ലാത്ത ദഹനരസം പിത്തരസമാണ്. പിത്തരസത്തിന്റെ നിറം എന്താണ്? പച്ചയും മഞ്ഞയും കലർന്ന നിറമാണ്. പിത്തരസത്തിലെ വർണ്ണകങ്ങൾ ബിലിറൂബിൻ, ബിലിവിർഡിൻ എന്നിവയാണ്. ബിലിറൂബിൻ ശരീരദ്രാവകങ്ങളിൽ കലർന്ന് കലകളിൽ വ്യാപിക്കുകയും അതിലൂടെ കലകൾക്ക് മഞ്ഞ നിറം ഉണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥയാണ് മഞ്ഞപ്പിത്തം. ബിലിറൂബിൻ ശരീരദ്രാവകങ്ങളിൽ കലർന്ന് കലകളിൽ വ്യാപിക്കുകയും അതിലൂടെ കലകൾക്ക് മഞ്ഞ നിറം ഉണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥയാണ് എന്ത്? മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് ആഗ്നേയരസം. പാൻക്രിയാറ്റിക് ജ്യൂസ്. ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഏതാണ്? ആഗ്നേയരസം. ആഗ്നേയരസത്തിലെ രാസാഗ്നികൾ അമിലേസ്, ട്രിപ്സിൻ, ലിപ്പേസ്. ആഗ്നേയരസത്തിലെ രാസാഗ്നികൾ അമിലേസ്, ട്രിപ്സിൻ, ലിപ്പേസ്. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന രാസാഗ്നിയാണ് അമിലേസ്. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന രാസാഗ്നിയാണ് അമിലേസ്. മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി പ്രോട്ടിയേസ്. മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി പ്രോട്ടിയേസ്. പ്രോട്ടീനിനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്ന രാസാഗ്നികളാണ് ട്രിപ്സിനും പെപ്സിനും. പ്രോട്ടീനിനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്ന രാസാഗ്നികളാണ് ട്രിപ്സിൻ, പെപ്സിൻ എന്നിവ. ആമാശയത്തിൽ മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി പെപ്സിനാണ്. ആമാശയത്തിൽ മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി ഏതാണ്? പെപ്സിൻ. ചെറുകുടലിൽ മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി ട്രിപ്സിൻ ആണ്. ഇവിടെ പെപ്സിൻ, ട്രിപ്സിൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടല്ലേ. ആഗ്നേയരസത്തിലെ രാസാഗ്നികളാണ് അമിലേസും ട്രിപ്സിനും ലിപ്പേസും. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന രാസാഗ്നി അമിലേസ് ആണ്. മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി പ്രോട്ടിയേസ് ആണ്. പ്രോട്ടീനിനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്ന രാസാഗ്നികൾ ട്രിപ്സിനും പെപ്സിനുമാണ്. ആമാശയത്തിൽ മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി പെപ്സിൻ. ചെറുകുടലിൽ മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി ട്രിപ്സിൻ. കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്ന രാസാഗ്നി ലിപ്പേസ് ആണ്. ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഒഴുകുന്നത് പാൻക്രിയാറ്റിക് ഡക്റ്റിലൂടെയാണ്. ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഒഴുകുന്നത് പാൻക്രിയാറ്റിക് ഡക്റ്റിലൂടെയാണ്. പാൻക്രിയാറ്റിക് ഡക്റ്റും ബെൽ ഡക്റ്റും ഒന്നിച്ചു തുറക്കുന്നത് പക്വാശയത്തിലേക്കാണ്. പാൻക്രിയാറ്റിക് ഡക്റ്റും ബെൽ ഡക്റ്റും ഒന്നിച്ചു തുറക്കുന്നത് പക്വാശയത്തിലേക്കാണ്. മനുഷ്യന്റെ ചെറുകുടലിന്റെ നീളം 5 മുതൽ 6 മീറ്റർ വരെയാണ്. മനുഷ്യന്റെ ചെറുകുടലിന്റെ നീളം 5 മുതൽ 6 മീറ്റർ വരെയാണ്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഇമ്പോർട്ടൻ്റ് ആക്കി നോക്കുന്നത് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് നോക്കിയാൽ മതി കേട്ടോ. മനുഷ്യന്റെ ചെറുകുടലിന്റെ നീളം 5 മുതൽ 6 മീറ്റർ വരെയാണ്. അതുപോലെ പാൻക്രിയാറ്റിക് ഡക്റ്റും ബെൽ ഡക്റ്റും ഒന്നിച്ചു തുറക്കുന്നത് പക്വാശയത്തിലേക്കാണ്. ദഹനം പൂർത്തിയാകുന്ന ദഹന വ്യൂഹ ഭാഗമാണ് ചെറുകുടൽ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദഹനം പൂർത്തിയാകുന്ന ദഹന വ്യൂഹ ഭാഗമാണ് ഏത്? ചെറുകുടൽ. ധാന്യകം, മാംസ്യം, കൊഴുപ്പ് എന്നിവയുടെ പൂർണ്ണമായ ദഹനം നടക്കുന്നത് ചെറുകുടലിൽ വെച്ചാണ്. ധാന്യകം, മാംസ്യം, കൊഴുപ്പ് എന്നിവയുടെ പൂർണ്ണമായ ദഹനം നടക്കുന്നത് ചെറുകുടലിൽ വെച്ചാണ്. ആഹാരത്തിലെ പോഷകാംശങ്ങളിൽ അധികവും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ചെറുകുടലിൽ വെച്ചാണ്. ആഹാരത്തിലെ പോഷകാംശങ്ങളിൽ അധികവും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ച്. ചെറുകുടലിന്റെ 3 ഭാഗങ്ങളുണ്ട്: ഡിയോഡിനം, ജജുനം, ഇലിയം. ഏതാണ്? ഡിയോഡിനമാണ് പക്വാശയം വരുന്നത്. ജജുനം മധ്യാന്ത്രം, ഇലിയം രോഷാന്ത്രം എന്നാണ് അറിയപ്പെടുന്നത്. ചെറുകുടലിന് 3 ഭാഗങ്ങളുണ്ട്: ഡിയോഡിനം, ജജുനം, ഇലിയം. ബ്രണ്ണാസ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് ഡിയോഡിനത്തിലാണ്. ബ്രണ്ണാസ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് ഡിയോഡിനത്തിലാണ്. ആമാശയത്തിന് തൊട്ടു താഴെയുള്ള ചെറുകുടലിന്റെ ആരംഭ ഭാഗമാണ് പക്വാശയം. ആമാശയത്തിന് തൊട്ടു താഴെയുള്ള
ചെറുകുടലിന്റെ ആരംഭ ഭാഗമാണ് ഏത്? പക്വാശയം. ആമാശയത്തിലെ മൃദുപാളികളിൽ ഉണ്ടാകുന്ന വ്രണങ്ങൾ ഏതു രോഗത്തിന് കാരണമാകുന്നു? ആമാശയത്തിലെ മൃദുപാളികളിൽ ഉണ്ടാകുന്ന വ്രണങ്ങൾ അൾസർ എന്ന രോഗത്തിനാണ് കാരണമാകുന്നത്. ചെറുകുടലിന്റെ ഏറ്റവും നീളം കൂടിയ ഭാഗമാണ് ഇലിയം. ചെറുകുടലിന്റെ ഏറ്റവും നീളം കൂടിയ ഭാഗം ഏതാണ്? ഇലിയമാണ്. ചെറുകുടലിന്റെ മധ്യഭാഗം ജജനമാണ്. ചെറുകുടലിന്റെ മധ്യഭാഗം ജജനം. ചെറുകുടലിലെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ആന്ത്രരസമാണ്. ചെറുകുടലിലെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ആന്ത്രരസമാണ്. ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ. ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഭാഗം വില്ലസുകളാണ്. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങാക്കി വർദ്ധിപ്പിക്കുന്നത് വില്ലസുകളാണ്. പോഷക ഘടകങ്ങളുടെയും ഏകദേശം 90% ജലത്തിന്റെയും ആഗിരണം നടക്കുന്ന ഭാഗം ഏതാണ്? വില്ലസാണ്. പോഷക ഘടകങ്ങളുടെയും ഏകദേശം 90% ജലത്തിന്റെയും ആഗിരണം നടക്കുന്ന ഭാഗം വില്ലസ് ആണ്. ചെറുകുടലിലെ വില്ലസിലുള്ള ലിംഫോമികകളായ ലെക്റ്റികളിലേക്ക് ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറോളിന്റെയും ആഗിരണത്തിന് കാരണമാകുന്ന പ്രക്രിയ ഡിഫ്യൂഷൻ ആണ്. ചെറുകുടലിലെ വില്ലസിലുള്ള ലിംഫോമികളായ ലാക്റ്റിയലുകളിലേക്കുള്ള ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറോളിന്റെയും ആഗിരണത്തിന് കാരണമാകുന്ന പ്രക്രിയ ഡിഫ്യൂഷൻ ആണ്. ദഹനം പൂർത്തിയാക്കുന്നതിന് സഹായിക്കുന്ന ദഹനരസങ്ങൾ ഏതൊക്കെയാണ്? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ദഹനം പൂർത്തിയാകുന്നതിന് സഹായിക്കുന്ന ദഹനരസങ്ങൾ ഏതൊക്കെയാണ്? ആഗ്നേയരസം, ആന്ത്രരസം, പിത്തരസം എന്നിവയാണ്. ദഹനത്തിലെ അന്തിമ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ, പെൻറ്റോസ്, ഷുഗർ, നൈട്രജൻ ബേസുകൾ. നമുക്ക് LPUPക്ക് എങ്ങനെയും ക്വസ്റ്റ്യൻ വരും. കാരണം നല്ല ടൈറ്റാണ് ഈ വർഷത്തൊക്കെ എക്സാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കും, ദഹനത്തിലെ അന്തിമ ഉൽപ്പന്നങ്ങളിൽ പെടാത്തത് ഏത്, അല്ലെങ്കിൽ അത് അങ്ങനെ ചോദിക്കാമല്ലോ. അപ്പോൾ കുറേ എക്സാമ്പിൾ തന്നിട്ട് അങ്ങനെ ചോദിക്കാം. അപ്പോൾ നമുക്കിതൊക്കെ അറിഞ്ഞു വെക്കേണ്ടി വരും അല്ലേ. ദഹനത്തിലെ അന്തിമ ഉൽപ്പന്നങ്ങൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ, പെൻറ്റോസ്, ഷുഗർ, നൈട്രജൻ ബേസുകൾ. ചെറുകുടലിൽ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നതോടെ ദഹനത്തിലെ അന്തിമ ഉൽപ്പന്നങ്ങളുടെ ആഗിരണം നടക്കുന്നത് രക്തത്തിലേക്കും ലിംഫിലേക്കുമാണ്. ചെറുകുടലിൽ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നതോടെ ദഹനത്തിലെ അന്തിമ ഉൽപ്പന്നങ്ങളുടെ ആഗിരണം നടക്കുന്നത് രക്തത്തിലേക്കും ലിംഫിലേക്കുമാണ്. ഫാറ്റി ആസിഡുകളും ഗ്ലിസറോളും ജലത്തിൽ ലയിക്കാത്തവ ആയതിനാൽ രക്തത്തിലേക്ക് നേരിട്ട് ആഗിരണം ചെയ്യപ്പെടുന്നില്ല. ഫാറ്റി ആസിഡുകളും ഗ്ലിസറോളും ജലത്തിൽ ലയിക്കാത്തവ ആയതിനാൽ രക്തത്തിലേക്ക് നേരിട്ട് ആഗിരണം ചെയ്യപ്പെടുന്നില്ല. ജലാഗിരണം നടക്കുന്ന ഭാഗം വൻകുടലാണ്. ജലാഗിരണം നടക്കുന്ന ഭാഗം ഏതാണ്? വൻകുടൽ. ശരീരത്തിൽ വിറ്റാമിൻ കെ ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയകൾ കാണപ്പെടുന്നത് വൻകുടലിലാണ്. ശരീരത്തിൽ വിറ്റാമിൻ കെ ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയകൾ കാണപ്പെടുന്നത് വൻകുടലിലാണ്. ജലം, ലവണങ്ങൾ, വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന വിറ്റാമിൻ കെ പോലെയുള്ള പദാർത്ഥങ്ങൾ എന്നിവയുടെ ആഗിരണം നടക്കുന്നത് വൻകുടലിൽ വെച്ചാണ്. ജലം, ലവണങ്ങൾ, വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന വിറ്റാമിൻ കെ പോലെയുള്ള പദാർത്ഥങ്ങൾ എന്നിവയുടെ ആഗിരണം നടക്കുന്നത് വൻകുടലിൽ വെച്ചാണ്. വൻകുടലിന്റെ 3 ഭാഗങ്ങളാണ് കോളൻ, റെക്റ്റം, സീക്കം. വൻകുടലിന്റെ നീളം 1.5 മീറ്റർ. വൻകുടലിന്റെ നീളം 1.5 മീറ്റർ. വൻകുടലിന്റെ ഏറ്റവും വലിയ ഭാഗം കോളൻ ആണ്. വൻകുടലിന്റെ ഏറ്റവും വലിയ ഭാഗം കോളൻ. സീക്കം ഒരു ചെറു സഞ്ചിയാണ്. ഇതിനുള്ളിൽ ചില സൂക്ഷ്മ സഹജീവികൾ വസിക്കുന്നു. ഇവ നമുക്ക് എന്താണ്? ഉപകാരികളാണ്. സീക്കം ഒരു ചെറു സഞ്ചിയാണ്. ഇതിനുള്ളിൽ ചില സൂക്ഷ്മ ജീവികൾ വസിക്കുന്നുണ്ട്. ഇവ നമുക്ക് എന്താണ്? ഉപകാരികളാണ്. മെസെൻറ്ററി ഇൻറ്റർസ്റ്റിഷ്യം. മനുഷ്യ ശരീരത്തിലെ 79ാമത്തെ അവയവമാണ് മെസെൻറ്ററി. മനുഷ്യ ശരീരത്തിലെ 79ാമത്തെ അവയവമാണ് എന്ത്? മെസെൻറ്ററി. മെസെൻറ്ററി ആദ്യമായി കണ്ടെത്തിയ ഗവേഷകൻ ജെ കാൽവിൻ കോഫിയാണ്. മെസെൻറ്ററി ആദ്യമായി കണ്ടെത്തിയ ഗവേഷകൻ ആരാണ്? ജെ കാൽവിൻ കോഫി. ശരീരത്തിലെ ദഹന വ്യവസ്ഥയുടെ ഭാഗമായാണ് മെസെൻറ്ററി സ്ഥിതി ചെയ്യുന്നത്. ശരീരത്തിലെ ദഹന വ്യവസ്ഥയുടെ ഭാഗമായാണ് മെസെൻറ്ററി എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിലെ 80ാമത്തെ അവയവമാണ് ഇൻറ്റർസ്റ്റീഷ്യം. മനുഷ്യ ശരീരത്തിലെ 80ാമത്തെ അവയവമാണ് ഇൻറ്റർസ്റ്റീഷ്യം. മനുഷ്യ ശരീരത്തിലെ 79ാമത്തെ അവയവം മെസെൻറ്ററിയും 80ാമത്തെ അവയവം ഇൻറ്റർസ്റ്റീഷ്യവുമാണ്. മനുഷ്യ ശരീരത്തിൽ പുതിയതായിട്ട് കണ്ടെത്തിയ അവയവം ട്യൂബാരിയൽ ഗ്ലാൻസ് ആണ്. 2020 ഒക്ടോബറിൽ ട്യൂബാരിയൽ ഗ്ലാൻസ് ആണ് മനുഷ്യ ശരീരത്തിൽ പുതിയതായിട്ട് കണ്ടെത്തിയ അവയവം.
സീക്കത്തിലെ വിരൽ പോലെ തള്ളി നിൽക്കുന്ന ഭാഗമാണ് വെർമിഫോം അപ്പൻഡിക്സ്. സീക്കത്തിലെ വിരൽ പോലെ തള്ളി നിൽക്കുന്ന ഭാഗമാണ് വെർമിഫോം അപ്പൻഡിക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയുമാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നിങ്ങളുടെ LP-UPക്കും PC-ക്കും LDCക്കും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യാം. കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.